يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. വിശ്വാസികളെ സർവ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. കരുണാവാരിധിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അറിയാതെ നമ്മുടെ നാടിൻ്റെ കൾച്ചർ, സംസ്കാരം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് ജാതിയും മതവും വർണ്ണവും വർഗവും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആളുകളെ വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും ഭാഷയുടെയും പേരിൽ പല തട്ടുകളിലാക്കി ഭിന്നിപ്പിച്ച് നിർത്തുന്ന അതീവ ഗൗരവകരമായ സങ്കടകരമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പോലും നിലവിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ഒന്നടങ്കം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായിട്ടാണ് കാണുന്നത്. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരെയും പരിഗണിക്കണമെന്നും ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ആളുകളും ഒരു ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും മക്കളാണ് എന്നും ഇസ്ലാം അടിക്കടി പ്രസ്താവിക്കുന്നു. ആ രീതിയിൽ മനുഷ്യരെ എല്ലാവരെയും നോക്കിക്കാണണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ ഹുജറാത്തിലെ 13-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നടത്തുന്ന അതിമനോഹരമായ ഒരു പ്രസ്താവനയുണ്ട്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില, എന്നിട്ട് നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി തിരിച്ചിട്ടുണ്ട്. അത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യൻ, നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഭയം നിലനിർത്തുന്നത് ആരാണോ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാണോ, അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ലവൻ, ഏറ്റവും മാന്യൻ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കുന്നവനാണ്, അറിയുന്നവനാണ്. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാനവികതയെ, മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ, കാരുണ്യത്തെ, അനുകമ്പയെ, ആർദ്രതയെ, ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും എങ്ങനെ മനുഷ്യരായി കാണണം എന്നുള്ളതിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രഖ്യാപനമാണ്, ഒരു പ്രഘോഷണമാണ് വിശുദ്ധ ഖുർആനിലൂടെ ഈ നടത്തിയിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബത്തുൽ വിദാ, ജീവിതത്തിൽ നിർവഹിച്ച ഹജ്ജ് കർമ്മത്തിൽ, ആ ഹജ്ജിൽ നബിയുടെ കൂടെ ഒരുമിച്ച് കൂടിയവർ മാത്രമല്ല, മാനവരാശിയെ ഒന്നടങ്കം ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബത്തുൽ വിദാ ഉണ്ട്. ചരിത്രത്തിൽ പ്രസിദ്ധമാണത്. അവിടെ റസൂലുള്ളാഹി പറയുന്ന വാക്യം, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്,
തീർച്ചയായിട്ടും നിങ്ങളുടെ റബ്ബ് ഏകനാഥനാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സൃഷ്ടാവ് ഒന്നാണ്. നിങ്ങളുടെ ഏവരുടെയും പിതാവ് ഒരാൾ മാത്രമാണ്, ആദം അലൈഹിസ്സലാമാണ്. കുല്ലുക്കും ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. ആ ആദമാണ് നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, ആദമാവട്ടെ മണ്ണിൽ നിന്നുള്ളവനുമാണ്. ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ. ഒരു അറബിക്കും അനറബിയേക്കാൾ, അറബി അല്ലാത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വല അജമീൻ അല അറബിയിൻ. ഒരു അനറബിക്ക് അറബിയേക്കാളും വലിയ ശ്രേഷ്ഠതയില്ല. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരും സമന്മാരാണ്. ഈ ഖുർആനിന്റെ പ്രഖ്യാപനം വളരെ പ്രാവർത്തികമായി അറേബ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. സാമ്പത്തികമായി, ഭൗതിക സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ എത്രയോ ഉയർന്ന ലെവലിലുള്ള ആളുകളാണ് നമ്മളുമായി കമ്പയർ ചെയ്യുമ്പോൾ സൗദിയിലും UAE ഒക്കെ ഉള്ളത്. പക്ഷെ അവിടെ ചെന്നാൽ പോലും നമസ്കാരത്തിലായിരിക്കട്ടെ, ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലായിരിക്കട്ടെ, നമ്മളുമായി ഇടപെടുന്ന സാഹചര്യങ്ങളിലായിരിക്കട്ടെ, ഒരു വർണ്ണത്തിന്റെയോ മതത്തിന്റെയോ ഭാഷയുടെയോ എന്തെങ്കിലും ഒരു ആഠ്യത്വം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആ ഒരു സ്നേഹ മനസ്ഥിതി ഇതുപോലെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ച എല്ലാ ആളുകൾക്കും കാണുവാൻ സാധിക്കും. എത്ര സ്നേഹത്തോടു കൂടിയാണ് ഇസ്ലാം മതത്തിന്റെ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് അവർ പെരുമാറാറുള്ളത് എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ആളുകൾക്കറിയാം. വല അജമിയിൻ അല അറബിയിൻ വലാലി അഹ്മർ അല അസ്വദ്. ചുവന്നവന് കറുത്തവനേക്കാൾ ശ്രേഷ്ഠതയില്ല. വല അസ്വദ് അല അഹ്മർ. കറുത്തവന് ചുവന്നവനേക്കാളും ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ. അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരേ ഒരു കാര്യം അത് തഖ്വ മാത്രമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒരു മാനവികത എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ ഒരു സ്നേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മക്കളുടെയൊക്കെ നമ്മുടെയൊക്കെ പ്രത്യേകിച്ചും പുതുതലമുറയുടെ മനസ്സിൽ ഉറക്കണം. ശരിക്കും എന്തെങ്കിലും ഒന്നിന്റെ പേരിൽ മറ്റുള്ളവരോട് ഒരു ആഠ്യത്വം നടിക്കുന്ന ഒരു ധാരണ, ഒരു അഹങ്കാരം ഒരിക്കലും നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. അത് മതപരമായി തന്നെ നമുക്ക് തെറ്റാണ്. മറ്റുള്ളവർ അങ്ങനെയായി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ആകുവാൻ പാടില്ല. ജനങ്ങൾ നന്നായാൽ നന്നാകുന്നവരല്ല മുസ്ലിം. ജനങ്ങൾ കേടായാൽ കേടാകുവാൻ അനുവാദമുള്ളവരല്ല മുസ്ലിം. ജനങ്ങൾ എങ്ങനെയായാലും, പൊതുസമൂഹം എങ്ങനെയായാലും നമ്മൾ നന്നാവണം. അതാണ് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇടപെടുന്ന നമ്മുടെ പുതിയ മക്കൾ, അവരുടെ മനസ്സ് പലപ്പോഴും ഇത്തരം വിചാരങ്ങളിൽ മലീമസമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അടിത്തറ സ്നേഹമാണ്, ഇസ്ലാമിന്റെ അടിത്തറ കാരുണ്യമാണ്, ഇസ്ലാമിന്റെ അടിത്തറ എല്ലാവരെയും ഒരുപോലെ കാണലാണ് എന്ന അടിസ്ഥാന ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിരിക്കണം. വർഗീയത, വർഗാധിപത്യത്തിന് വേണ്ടിയുള്ള സംസാരം, വർഗാധിപത്യത്തിന്റെ ആദ്യ പ്രതീകം അത് ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇബ്ലീസാണ്. അവനാണ് ആദ്യം പറഞ്ഞത് അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ നല്ലവൻ. ഖലഖ്തനീ മിൻ നാർ, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. വ ഖലഖ്തഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് അവനേക്കാൾ ഖൈറൻ, അവനേക്കാൾ നല്ലവൻ ഞാനാണ് എന്ന അധമ ചിന്ത, ഇത് ഔന്നത്യത്തിന്റെ ചിന്തയല്ല, ഇത് നന്മയുടെ ചിന്തയല്ല, ഇത് പരിഷ്കാരത്തിന്റെ ചിന്തയല്ല, മറിച്ച് അധമത്വത്തിന്റെ ചിന്തയാണ്. ആ ചിന്ത ആദ്യം കൊണ്ടുവന്നത് ഇബ്ലീസാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് അത് ഒരു നിലക്കും യോജിക്കൂല. അല്ലാഹു റസൂല് ആവർത്തിച്ച് നടത്തിയ ചില പ്രസ്താവനകളുണ്ട്. ലൈസ മിന്നാ മൻ ദആ ഇലൽ അസബിയ്യ, അസബിയത്തിലേക്ക്, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ ഖാതല അലൽ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്നാ മൻ മാത അലൽ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി മരിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. വർഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി മരിച്ചവൻ,
അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നു. മറ്റൊരു വചനം, മൻ ഖുതില തഹത റായത്തിൻ അമിയത്തിൻ യദഉ അസബിയ ഔ യൻസുറ അസബിയ ഫഖത്ലുഹു ജാഹിലിയ. അസബിയത്തിന് വേണ്ടി, വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അവൻ അനുഭവിക്കുന്നത് ജാഹിലിയത്തിന്റെ മരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. നീതിക്ക് വേണ്ടി നിലകൊള്ളുക. മറ്റുള്ളവർ എന്തായി എന്നുള്ളത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് കാരണമാവാൻ പാടില്ല. നാം ഖുർആനിൽ നിന്ന് വ്യക്തിത്വം സ്വീകരിച്ച പേഴ്സണാലിറ്റി ഉൾക്കൊണ്ട ആളുകളായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കുക. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദ 8-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച വചനം, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുക. ശുഹദാ ബിൽ ഖിസ്തി, നീതിക്ക് സാക്ഷികളായി മാറുക. നീതിക്ക് സാക്ഷികളായി മാറേണ്ടത്, ലോകത്ത് നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വലാ യജ്രിമന്നകും ശറആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള അനിഷ്ടം, അമർഷം, അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഖുർആൻ ആത്യന്തികമായി വിശ്വാസികളോട് പറയുന്നു, യഅദിലു, നിങ്ങൾ നീതി കാണിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഒട്ടി നിൽക്കുന്ന സ്വഭാവം. തഖ്വ എന്ന് വെച്ചാൽ നീതി പാലിക്കലാണ്. അവൻ എന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് അവനെ അപരവൽക്കരിച്ച്, അന്യവൽക്കരിച്ച് അവനോട് അനീതി കാണിക്കുന്നവൻ, ഒരു പക്ഷേ ആ അനീതി നാം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും തിരിച്ച് അനീതി കാണിക്കുന്നത് ഇസ്ലാമികമല്ല. അവൻ തഖ്വയിൽ നിന്ന് അകന്നു പോകും. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായി അല്ലാഹു മനസ്സിലാക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ വിശ്വാസികളെ, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ജാതിയുടെയോ വർണ്ണത്തിന്റെയോ പേരിൽ ഒരിക്കലും ഇസ്ലാം ആരെയും അകറ്റി നിർത്തിയിട്ടില്ല. ഖുറൈശികളെ നമുക്കറിയാം. ഒരു പക്ഷേ ഇന്ന് ലോകത്ത് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏറ്റവും ഉത്കൃഷ്ടർ, ഇന്നും ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നവർ വർണ്ണത്തിന്റെ അടിസ്ഥാനം. പക്ഷേ ആ ഖുറൈശികൾ നിലകൊണ്ടിരുന്ന ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള, സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ഖുറൈശികൾ ജീവിച്ചിരുന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്യോപ്യക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനാണ്, കാപ്പിരിയാണ്, കറുത്തിരുണ്ട മുന്തിരിക്കുല പോലെ മുടി തടിച്ചു നിൽക്കുന്നവനാണ്. അവന്റെ ശരീരം, അദ്ദേഹത്തിന്റെ ശരീരം ഒരു പക്ഷെ ആ അർത്ഥത്തിലെടുത്താൽ അങ്ങനെയൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട രീതി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ചില വാചകങ്ങൾ, യാ ബിലാൽ ഇന്നി സമയത്തു ഹസ്ഹസതന അലതിക ഫിൽ ജന്ന, ബിലാൽ താങ്കളുടെ ചെരുപ്പിന്റെ ശബ്ദം എനിക്ക് സ്വർഗത്തിൽ കേൾക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബിലാൽ കറുത്തവനായി എന്നുള്ളത് കൊണ്ട്, എത്യോപ്യക്കാരനായി എന്നുള്ളത് കൊണ്ട്, അടിമയായി എന്നുള്ളത് കൊണ്ട് ബിലാലിനെ ഒരിക്കലും രണ്ടാം കിട പൗരനായി സിദ്ദീഖുൽ അക്ബറോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ കണ്ടില്ല. ഉടമയായ സിദ്ദീഖുൽ അക്ബറും അടിമയായ ബിലാലും ഒരേ സഫിൽ നിന്ന് ഒന്നിച്ച് തന്റെ നാഥന്റെ മുൻപിൽ സുജൂദ് ചെയ്യുന്ന കാഴ്ച, ഒരു പക്ഷേ ബിലാലാണ് ആദ്യം വന്നതെങ്കിൽ ബിലാലിന്റെ പിന്നിൽ നിൽക്കാൻ മാത്രം അവകാശമുള്ള സിദ്ദീഖുൽ അക്ബറിനെ കാണിക്കുവാൻ സാധിക്കുന്ന ഒരു പാരമ്പര്യം, അത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടുവാനുള്ളതാണ്. പക്ഷെ ജാഹിലിയത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അത് ഇസ്ലാം ഉണ്ടാക്കിയെടുത്തതാണ്, ഇസ്ലാം പരിവർത്തിപ്പിച്ചെടുത്തതാണ്, ഇസ്ലാം മൗണ്ട് ചെയ്തെടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുന്നതിന് മുൻപ് അവർക്കിടയിൽ തൊട്ടുകൂടായ്മയും കണ്ടുകൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അബൂദറുൽ ഗിഫാരി ഒരിക്കൽ ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ ഒന്നിച്ച് തവാഫ് ചെയ്യുമ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ടായപ്പോ അബൂദറുൽ ഗിഫാരി അറിയാതെ വിളിച്ചു പോയി, യാ ഇബ്നു സൗദാ, കറുത്തവളുടെ മോനെ എന്ന് ബിലാലിനെ അറിയാതെ അബൂദറുൽ ഗിഫാരി എന്ന് പറയുന്ന വെള്ളക്കാരൻ വിളിച്ചു പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബറിൽ നിന്ന് പോലും കേൾക്കാത്ത ഈ വാചകം, അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ വേദനയുണ്ടാക്കി. അദ്ദേഹം ചെന്ന് റസൂലുള്ളാഹിനോട് ആവലാതി പറഞ്ഞു. ഫശഖാഹു ബിലാൽ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി എന്നിട്ട് പരാതി പറഞ്ഞു, റസൂലുള്ളാഹ്
അബൂദർ എന്നെ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചു. അതെനിക്ക് വല്ലാത്ത വേദനയുണ്ടാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ അബൂദർ ഇന്നക ഇംറിഉൻ ഫീക ജാഹിലിയ. അബൂദർ, താങ്കൾ ജാഹിലിയത്തിന്റെ അംശം ബാക്കിയുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോഴും താങ്കളുടെ മനസ്സിൽ ജാഹിലിയത്തിന്റെ ചിലത് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അബൂദറിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയത്. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുവാൻ, ഇസ്ലാമിന്റെ നീതിക്കു കീഴിൽ എല്ലാവരെയും ഒരുപോലെ മാറ്റിയെടുക്കുവാൻ ഇസ്ലാമിന് സാധിച്ചു. നമുക്കറിയാം, മഖ്സൂമി ഗോത്രക്കാരൻ, ഖുറൈശികളുമായി ബന്ധമുള്ള മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരി ഒരു കളവ് കേസിൽ പിടിക്കപ്പെട്ടു. ഉയർന്ന ഗോത്രക്കാരിയാണ്. ഇസ്ലാമിൽ കളവ് കേസിൽ പിടിക്കപ്പെട്ടാൽ, തെളിയിക്കപ്പെട്ടാൽ കൈ വെട്ടിക്കളയണം, കൈ മുറിക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇന്ന് അതിനെ പലരും പരിഹസിക്കാറുണ്ട്. പക്ഷേ ആ രാജ്യത്തും നിയമങ്ങൾ ഒന്നുമില്ലാതെ പരിഗണിക്കാതെ വിടുന്ന രാജ്യത്തും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ ഏറ്റവ്യത്യാസം പഠിച്ചാൽ മനസ്സിലാകും ഇസ്ലാമിക നിയമങ്ങളുടെ പ്രസക്തി എന്താണ് എന്നുള്ളത്. മറ്റൊരു വിഷയമായും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഈ സഹോദരിയെ കൈവെട്ടാൻ വേണ്ടി കാളി വിധിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംസാരിക്കുവാൻ വേണ്ടി ഉസാമത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുപ്പമുള്ള ഉസാമയെ അവർക്ക് വേണ്ടി ശഫാഅത്ത് പറയാൻ അവളുടെ ഗോത്രക്കാരെ നിയോഗിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഉസാമ പറഞ്ഞു, അവള് കളവ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ ഞങ്ങളെ ഗോത്രക്കാരിയല്ലേ, ഉയർന്ന ഗോത്രക്കാരിയല്ലേ, അതുകൊണ്ട് ഒന്ന് വേറെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് കൈ മുറിക്കാതെ അവളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ ഹദ്ദിൽ നിന്ന് ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇന്നമാ അഹ്ലകല്ലദീന ഖബലകും ഇന്നഹും കാനൂ ഇദാ സരിക ഫീഹിം ശരീഫ് തറകൂഹു. ഇത് മുൻപുള്ള ചില വിഭാഗങ്ങൾക്ക്, ചില ഗോത്രങ്ങൾക്ക് ഈ കുഴപ്പമുണ്ടായിരുന്നു. ഉയർന്ന ഗോത്രത്തിൽ അവരുമായി സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ അതിനെ ഒഴിവാക്കുകയും ദുർബലരായ സാധാ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ നടപ്പാക്കുകയും ചെയ്ത രീതി പണ്ടുണ്ടായിരുന്നു. അഖാമു അലൈഹിൽ ഹദ്ദ് വൈമല്ലാഹി ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദ് സരിഖത് ലഖതാത് യദഹാ. എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചത് എങ്കിൽ അവളുടെ കൈ ഞാൻ വെട്ടുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, ഇത്രയും ഉജ്ജ്വലമായ ഒരു പ്രസ്താവന ഇസ്ലാമിന്റെ പ്രവാചകനല്ലാതെ മറ്റാർക്കാണ് നടത്താൻ സാധിക്കുക? നീതി അത് എല്ലാവർക്കും ഒരുപോലെ. നമ്മുടെ നാട്ടില് ഒരു പക്ഷേ തെറ്റായ ഒരുപാട് കാഴ്ചകൾ കാണുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായേക്കാം. ഒരു പക്ഷേ മഫ്ത ഇട്ട് വരുന്ന ഒരു പ്രിൻസിപ്പൽ മഫ്തക്കെതിരെ സംസാരിക്കുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വന്നേക്കാം. എന്ന് കരുതി നമ്മുടെ മനസ്സ് മാധ്യമങ്ങൾ മലീമസമാക്കാൻ പാടില്ല. നാം സംസ്കാരം സ്വീകരിക്കുന്നത്, നാം നന്മ ഉൾക്കൊള്ളുന്നത്, നാം ധാർമ്മികത പഠിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നല്ല, ഇൻസ്റ്റഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൽ നിന്നാണ്, പ്രവാചകന്റെ വിശദീകരണത്തിൽ നിന്നാണ്, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്നാണ് ഇസ്ലാം എന്താണ് എന്നുള്ളത് നാം പഠിക്കേണ്ടത്. ആ ഒരു ആർജവം, ആ ഒരു വിശ്വാസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലൂടെ ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾ ഒന്നിച്ചിരിക്കുമ്പോ എഴുന്നേറ്റ് നിന്നു. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, ജൂതന്മാരും നമ്മളും തമ്മിൽ ഭയങ്കര ശത്രുതയല്ലേ? അതിന് ജൂതന്റെ മയ്യത്താന്ന് റസൂലുള്ളാഹിക്ക് അറിയാലോ. സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യനല്ല, ഒരു മനുഷ്യന്റെ മയ്യത്തല്ലേ കൊണ്ടുപോകുന്നത്, മനുഷ്യനാണ് എന്ന പരിഗണന ആർക്കും അള്ളാഹുവിന്റെ പ്രവാചകൻ കൽപ്പിച്ചു നൽകി. ഇസ്ലാമില് ബാധ്യത എന്ന് പറയും. ഖുർആൻ സൂചിപ്പിച്ചല്ലോ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. ആളുകൾക്ക് മതം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ വിശ്വാസമുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നിർവഹിച്ചു. അതാണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു നിർബന്ധം ചെലുത്തിക്കൊണ്ട് ഒരാളെ അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല. എത്തിച്ചു കൊടുക്കുക. ബലാഉൽ ലിന്നാസ് അലാ ഹൽ ബല്ലഗ്തു,
ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് റസൂലുള്ളാഹിന്റെ ചോദ്യം അത് നമുക്കും ബാധകമാണ്. എത്തിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുകൾ ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അവകാശങ്ങൾ അംഗീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം ശേഷവും ജൂതന്മാരുമായും ക്രൈസ്തവരുമായും കരാറുണ്ടാക്കിയിട്ട് എല്ലാവരുടെയും അവകാശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. ജൂതന്മാരുമായിട്ടുള്ള കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലംഘിച്ചിട്ടില്ല. ക്രൈസ്തവരുമായിട്ടുള്ള കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലംഘിച്ചിട്ടില്ല. ആരുടെയും ദൈവങ്ങളെ കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നമുക്കറിയാം, അമവി ഭരണകാലത്ത് പോലും ഹാറൂൺ റഷീദിനെ പോലെയുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് മുസ്തഫ സബായി അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ജൂതന്മാരും ക്രൈസ്തവരുമായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ക്രൈസ്തവർ അവരുടെ ആഘോഷങ്ങൾ നടത്തുമ്പോൾ കുരിശുമായി ഇസ്ലാമിക നഗരങ്ങളിലൂടെ യാത്ര ചെയ്തിരുന്നു. ഒരു വിഭാഗത്തിന് ഭരണം ലഭിച്ചാൽ, ഒരു വിഭാഗത്തിന് ആധിപത്യം ലഭിച്ചാൽ മറ്റുള്ളവരെ എല്ലാം ഇല്ലാതാക്കി മാറ്റുക എന്ന അധീശത്വത്തിന്റെ വർഗീയതയുടെ കൾച്ചർ ഇസ്ലാമിൽ ഇല്ല. ഇസ്ലാം സ്നേഹമാണ്. ഇത് ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാം സ്നേഹമാണ് എന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സ് മലീമസമാവാൻ പാടില്ല. നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. പക്ഷെ പലരും പറഞ്ഞു എന്ന് വരും, ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണ്. അല്ല എന്നുള്ളത് സത്യമാണ് എന്നുള്ളത് സത്യത്തെ സത്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ലോകത്തിന് അറിയാം. ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം മുസ്ലിംകൾ ഭരിച്ച രാജ്യത്ത് എങ്ങനെ ഈ മറ്റു സംസ്കാരങ്ങൾ ബാക്കിയായി? ഇസ്ലാം അങ്ങനെ ഒരു പ്രചാരണം ഒരു കാലത്തും നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികൾ എന്തെങ്കിലും ചില കോപ്രാട്ടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്ലാമിലൊട്ട് തെളിവുമില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുമല്ല. ഇസ്ലാം പറയുന്നത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇസ്ലാമിന്റെ സ്നേഹമാണ്, കരുണയാണ്, സഹവർത്തിത്വമാണ്, പരസ്പരം മനസ്സിലാക്കലാണ്, പരസ്പരം അറിയലാണ്. ഖുർആൻ പ്രസ്താവിച്ചുവല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് നിന്റെ കൂട്ടുകാരൻ, അവൻ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഏതായിരിക്കട്ടെ, നിന്റെ കൂട്ടുകാരനും ഇഷ്ടപ്പെടുന്നത് വരെ നീ വിശ്വാസിയാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ആള് വിശ്വാസിയാവൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കൂട്ടുകാരനും ഇഷ്ടപ്പെടുന്നത് വരെ. ഇത്രയും ഉജ്ജ്വലമായ ഒരു പ്രസ്താവന സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും കാരുണ്യത്തിന്റെയും ഇത്രയും മനോഹരമായ ഒരു പ്രസ്താവന നടത്തുവാൻ ഇസ്ലാമിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, നടത്തുന്ന ചില പ്രസ്താവനകളുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലാ യുഖാതിലുക്കും, അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത ആളുകൾ, ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ വീടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, നിങ്ങളുമായി നല്ല നിലക്ക് സഹകരിച്ച് ജീവിക്കുന്ന ആളുകൾ, അൻ തബറു വ തഖ്സിതു ഇലൈഹിം, അവർക്ക് പുണ്യം ചെയ്യുന്നതിന്, അവരോട് നീതി കാണിക്കുന്നതിന്, അവർക്ക് നന്മ ചെയ്യുന്നതിന് ഇസ്ലാം നിങ്ങളോട് വിരോധിക്കുന്നില്ല. നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം. നിങ്ങളുമായി നേർക്ക് നേരെ യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നാട്ടിൽ ഒറ്റപ്പെട്ട ആളുകളുടെ മനസ്സിൽ ഒരു പക്ഷേ വർഗീയതയുടെ വിഷമുണ്ടായേക്കാം. അത് വെച്ചിട്ട് എല്ലാവരെയും ജനറലൈസ് ചെയ്യുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറുവാൻ പാടില്ല. നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്നവരോടും നമ്മളോട് യുദ്ധം ചെയ്യാൻ വരാത്തവരോടും സ്നേഹത്തിലും ആർദ്രതയിലും തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതിലൊരിക്കലും നമ്മുടെ മനസ്സ് മാറിപ്പോകാൻ പാടില്ല. അള്ളാഹു തീർച്ചയായിട്ടും നീതി കാണിക്കുന്ന ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. അതേപോലെ തന്നെ അൽ മുതഹാബൂന ഫില്ലാ, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ ഫീ നില്ലിൽ അർശി, അവർ അള്ളാഹുവിന്റെ അർശിന്റെ തണലിലായിരിക്കും. യൗമ ലാ ളില്ലിൻ ഇല്ലാ ളില്ലുഹു, അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുവാനുള്ള മാർഗം പരസ്പരം സ്നേഹിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. വരും തലമുറ ഇരുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ ഒരിക്കലും നമ്മൾ വളം കൊടുത്ത് വളർത്തിക്കൂടാ. നന്മയിലേക്ക്, ആർദ്രതയിലേക്ക്, സ്നേഹത്തിലേക്ക്, അനുകമ്പയിലേക്ക്, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പുതുതലമുറയെ കൊണ്ടുപോകാൻ നാം ജാഗ്രത കാണിക്കുക. അതാണ് ഇസ്ലാം. ഇസ്ലാം സ്നേഹമാണ്, ഇസ്ലാം കാരുണ്യമാണ് നമ്മൾ തിരിച്ചറിയുക, ആ സന്ദേശം കൈമാറുക. അള്ളാഹു അതിൽ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.